ഇന്ന് ഞാനിവിടെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചില്ലി ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 500 ഗ്രാം ബോൺലെസ് ചിക്കൻ ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1 ടേബിൾ സ്പൂൺ ഡാർക്ക് സോയ സോസും 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡറും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ബോൺലെസ് ചിക്കൻ ഇട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഇത് മാരിനേറ്റ് ചെയ്ത് വച്ചിരിക്കുമെന്നും വേണ്ട, ഇപ്പൊ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്ക് ഈ ചിക്കൻ പീസസ് ഇതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഒരു സൈഡ് റെഡി ആകുമ്പോഴേക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കിയിരിക്കുന്ന ചിക്കനും നമുക്കിതുപോലെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ 3 സവാളയും 3 ക്യാപ്സിക്കവും ചതുരത്തിൽ മുറിച്ചത് എടുത്തിട്ടുണ്ട്. സവാളയുടെ ഓരോ അല്ലിയും വിടർത്തി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എന്നാൽ മാത്രമേ ചില്ലി ചിക്കനിന് പെട്ടെന്ന് വഴണ്ടി കിട്ടത്തുള്ളൂ. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റിയിട്ട് ബാക്കി എണ്ണയിലാണ് ഇനി നമ്മളിത് വഴറ്റിയെടുക്കുന്നത്. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ വെച്ചിട്ട് ബാക്കി മാറ്റിയതാണ്. ഈ ഓയിലിലേക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ച മണം ഒന്ന് മാറുമ്പോഴേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന സവോള ഇട്ട് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡറും ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1 ടേബിൾ സ്പൂൺ ഡാർക്ക് സോയ സോസും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഉപ്പിടുമ്പോൾ നോക്കണം, സോയാ സോസിലൊക്കെ ഉപ്പുള്ളത് കാരണം നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കേണ്ടത്. ഇത് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഇട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഈ സമയം ഒരു ബൗളിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കലക്കിയിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 2 സ്പൂൺ വെള്ളം ചേർത്ത് ഇത് കലക്കിയതാണ്. ഇനി ഇത് ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ചില്ലി ചിക്കൻ ഇവിടെ തയ്യാറായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.